ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിയാൻസയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്ന റെസ്പോൺസിനായിട്ട് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇന്ന് നമുക്ക് വാനില ടീ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് ടീ കേക്ക് ഉണ്ടാക്കാം. ഞാനൊരു 7-inch കേക്ക് ടിൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നന്നായിട്ട് ബട്ടറോ ഓയിലോ ഗീയോ എന്ത് വേണേലും പുരട്ടി കൊടുക്കാം. നന്നായിട്ട് പുരട്ടിയ ശേഷം കുറച്ച് മൈദ തട്ടി കൊടുക്കാം. വേണമെങ്കിൽ ബട്ടർ പേപ്പറും യൂസ് ചെയ്യാം. കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പിക്ക് നമുക്ക് 1.5 കപ്പ് മൈദയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 1.5 കപ്പ് മൈദ എങ്ങനെ അളന്നെടുക്കുന്നതെന്ന് നോക്കാം. കപ്പിനകത്ത് മൈദ കുത്തി നിറയ്ക്കരുത്, വളരെ ലൂസായിട്ട് ഫില്ല് ചെയ്ത് വേണം മെഷർ ചെയ്യാൻ. എന്നിട്ട് അധികമുള്ള മൈദ ഒരു സ്പൂണിൻ്റെ അറ്റം കൊണ്ട് അങ്ങ് വടിച്ച് മാറ്റണം. 1.5 കപ്പ് മൈദ അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. മെഷർ ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്നത് 200 ml സ്റ്റാൻഡേർഡ് കപ്പാണ്. നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് അല്ലെങ്കിൽ 110 ഗ്രാം ബട്ടർ, പിന്നെ 1 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചത്, പിന്നെ 2 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 1/2 കപ്പ് പാല്. നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി നമുക്ക് ബട്ടർ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് പിന്നെ പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. ചേർത്തിട്ട് ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ക്രീം ചെയ്തെടുക്കാം. നമുക്ക് ബാക്കി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ക്രീം ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറും ഷുഗറും നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് വേണം ചേർത്തടിക്കാനായിട്ട്. മുട്ടയുടെ കൂടെ തന്നെ നമുക്ക് വാനില എസൻസും ചേർക്കണം. മുട്ട അടിക്കുമ്പോൾ ഹൈ സ്പീഡിൽ വേണം ഇത് ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഒരു സ്പാറ്റുല വെച്ച് ബൗളിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് പിന്നെ നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടറും ഷുഗറും മുട്ടയും നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർക്കാം. മൈദയും പാലും ഇടവിട്ട് വേണം ചേർക്കാനായിട്ട്. ആദ്യം മൈദ ചേർക്കുക, പിന്നെ പാല്, എന്നിട്ട് അവസാനം മൈദ ചേർക്കുക. അങ്ങനെ 3 തവണയായിട്ട് പൊടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. പൊടി മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്പാറ്റുല ഉപയോഗിച്ച് വളരെ സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ മിക്സ് ചെയ്യുമ്പം നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഞാൻ 1 നുള്ള് ഉപ്പ് ചേർത്തായിരുന്നു, അത് കാണിക്കാൻ അങ്ങ് വിട്ടുപോയി. അപ്പോൾ എല്ലാവരും 1 നുള്ള് ഉപ്പ് ചേർക്കണം. അത് മൈദ ഇടയുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിലങ്ങ് ചേർത്താൽ മതി. ഈ ഒരൊറ്റ റെസിപ്പി നന്നായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ പല വേരിയേഷൻസ് ചെയ്യാൻ പറ്റും. കാരമൽ കേക്ക്, പിന്നെ ഫ്രൂട്ട് ഫ്ലേവേർഡ് കേക്ക്, പിന്നെ ചെറിയ ഡെക്കറേഷൻസൊക്കെ ചെയ്ത് അങ്ങനെ വളരെ നല്ലൊരു റെസിപ്പിയാണിത്. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കേക്ക് നല്ല ലെവലായിട്ട് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ നടുക്കുന്ന് സൈഡിലേക്ക് നീക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് 30 to 45 മിനിറ്റ്സ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ അവൻ്റെയും ചൂട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മളൊരു 30 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ ഒന്ന് നോക്കുന്ന കേക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. കേക്ക് അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്ന്. എങ്കിലും ഞാനതൊന്ന് കുത്തി കാണിക്കാം. അപ്പം
അതിൻ്റെ നൈഫ് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് പെർഫെക്റ്റ്ലി ബേക്ക്ഡ്. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കേക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഇളകി വന്നിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ബേക്ക്ഡ് ആണ്. വളരെ സോഫ്റ്റ്, നല്ല ടെക്സ്ചർ. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ, ഷെയർ ഇറ്റ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, and please subscribe to my channel for new videos on baking and other cooking. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. അപ്പോൾ ഹാപ്പി ബേക്കിംഗ്. ഹാവ് എ ഗുഡ് ഡേ.